ശ്രീ എ സജീവൻ, മുഖ്യമന്ത്രി കസേരയ്ക്കായി തുടങ്ങിയ കലഹമാണ്. ഇപ്പോൾ ഒടുവിൽ മന്ത്രിമാരുടെ ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഒറ്റക്കെട്ടായി സുഗമമായി ഒരു ഭരണ നിർവഹണം നടത്താൻ സാധിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ഇപ്പോൾ മുതൽ തന്നെ വകുപ്പുകളിന്മേലുള്ള അതൃപ്തി ഇങ്ങനെ പരസ്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞു പലരും. അത് സ്വാഭാവികമല്ലേ? കാരണം സാധാരണഗതിയിൽ മെറിറ്റ് നോക്കി എം എൽ എമാരുടെ മെറിറ്റ് നോക്കിയിട്ട് മന്ത്രിമാരെ തീരുമാനിക്കുന്ന പരിപാടിയല്ല ഇവിടെ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ്സുകാർ സമ്മതിക്കണമെന്നില്ല, UDFകാർ സമ്മതിക്കണമെന്നില്ല. നേരത്തെ ഈ 3 പേർ തമ്മിലുള്ള പോരാട്ടം ഒരു സ്ഥാനത്തിനായിരുന്നു. ആ 3 പേരുടെയും ജീവിതാഭിലാഷം അതായിരുന്നു. പക്ഷെ അത് നേടിയെടുത്തത് VD സതീശനാണ്. അത് കിട്ടാതിരുന്ന ഒരു പ്രശ്നം ചെയ്യുന്ന ആളുകളൊക്കെ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം 8 മന്ത്രിമാർ ചോദിച്ചു. ആ 8ഉം കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോ സതീശൻ ഒരു ഭാഗത്ത് ജയിച്ചു എങ്കിൽ ഇപ്പുറത്ത് മറുപുറത്ത് KC വേണുഗോപാലും ജയിച്ചു. ഇതേ എത്രയും MLA-മാരുടെ പിന്തുണയൊന്നും ഇല്ലെങ്കിൽ പോലും താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായിട്ടുള്ള ആഭ്യന്തരവും വിജിലൻസും കിട്ടണം. അത് അദ്ദേഹത്തിന് കിട്ടി. ഇപ്പൊ 3 പേരും ആ രീതിയിൽ സംതൃപ്തരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എല്ലാവരും പറയും തെരഞ്ഞെടുക്കപ്പെട്ട 140 MLA-മാരും ഏത് സ്ഥാനത്തിനും യോഗ്യരാണ് എന്ന് പറയും. പക്ഷെ അവരെല്ലാവരും നമ്മൾ മുഖ്യമന്ത്രിയാക്കാറില്ലല്ലോ. ഇനിയിപ്പോ ഭരണപക്ഷത്താണെങ്കിൽ ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യം 63 MLA-മാരുണ്ട്. 63 MLA-മാർ ഒരേപോലെ യോഗ്യരാണെന്നൊക്കെ പറയാം. പക്ഷേ നമുക്കറിയാം ഈ ഭരണത്തിന്റെ കാര്യത്തിൽ മികവുള്ള ആളുകൾ, അതിന് കഴിവുള്ള ആളുകൾ, സമ്പന്നരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പരിചയസമ്പന്നത ഇല്ലെങ്കിൽ പോലും പക്വതയുള്ള ആളുകൾ, അതൊക്കെ വെച്ചുകൊണ്ട് ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു ക്രൈറ്റീരിയ വേറെയാണ്. അതല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 8 പേര് എനിക്ക് വേണം എന്ന് പറഞ്ഞ KC വേണുഗോപാൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആളുകളെ മുഴുവൻ മന്ത്രിമാരാക്കി. അവിടെ പരിഗണന മൊത്തം 63 MLA-മാരിൽ മുഖ്യമന്ത്രി മാറ്റി നിർത്തിയാൽ 62 പേരിൽ ആരൊക്കെയാണ് ഏറ്റവും മികച്ചത് അതിന്റെ ക്രൈറ്റീരിയ നോക്കിയിട്ടല്ല. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ആണ് എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ പോലും അതല്ല എന്നുള്ള കാര്യം പച്ച യാഥാർത്ഥ്യമാണ്. അപ്പോ അവിടെ കുറെ പേർക്ക് ആ പരിഗണന കിട്ടുന്നു. ഇനി ഇപ്പൊ നമുക്ക് KVS നേരത്തെ പറഞ്ഞില്ലേ, മുരളീധരന് കൊടുത്തിട്ടുള്ള വകുപ്പ് വൈദ്യുതി വകുപ്പാണ്. കാരണം അദ്ദേഹമാണ് ഈ VD സതീശന് വേണ്ടി ശക്തിയുക്തം വാദിച്ച ഒരാൾ. അപ്പൊ സ്വാഭാവികമായിട്ടും KC വേണുഗോപാൽ പങ്കുവെക്കുന്ന ഇപ്പൊ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് പങ്കുവെച്ചു, തീരുമാനിച്ചു കൊടുത്തു. ബാക്കിയുള്ളത് തീരുമാനിക്കുന്ന മുഴുവൻ ഹൈക്കമാൻഡിന്റെ കൂടി ഭാഗമായിട്ടുള്ള ഇതിലൊരു കക്ഷി കൂടി ആയിരുന്ന KC വേണുഗോപാലാണ്. അപ്പൊ അദ്ദേഹം പങ്കുവെക്കുമ്പോൾ ആ വകുപ്പുകൾ കൊടുക്കുന്നിടത്തും പ്രശ്നങ്ങളുണ്ടാകും. ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ഈ നാളെ മുതലും പുതിയ മന്ത്രിസഭ വരികയാണ്. അത് മോശമാകുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ല സമ്മർദ്ദം, നല്ല പ്രതിബന്ധങ്ങൾ, നല്ല വൈതരണികൾ അത് ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. കാരണം കോൺഗ്രസിനിടയിൽ തന്നെ ഇപ്പോഴും ആ പ്രശ്നങ്ങൾ അതേപടി നിൽക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടു എന്ന് പറയാം, പക്ഷെ ആ പറഞ്ഞുകൊണ്ട് ആയില്ല. അപ്പൊ സ്വാഭാവികം ഇപ്പൊ തന്നെ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ഇപ്പൊ നമ്മളൊക്കെ പറയുമ്പോഴാണ് ഈ നിങ്ങൾ അനാവശ്യമായിട്ട് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയാം. ഞാൻ ഒരു ചേരിതിരിവിന്റെ ഭാഗമല്ലാണ് ഇക്കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ടതെന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ട്. ലീഗുകാർ പലപ്പോഴും നേരത്തെ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ പൂക്കോയ തങ്ങളുടെ കാലം മുതൽ തന്നെ പല ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ കാര്യത്തിലൊക്കെ ഇടപെട്ടത് വളരെ രഹസ്യമായിട്ടാണ്. ഹൈക്കമാൻഡിനെയാണ്, അല്ലെ കേന്ദ്ര നേതൃത്വത്തെയാണ് അറിയിക്കാറുള്ളത്. പണ്ട് ഇന്ദിരാഗാന്ധിയെ, അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധിയെ, അത് കഴിഞ്ഞ് അങ്ങനെയുള്ള രീതിയിൽ അത് കഴിഞ്ഞ് സോണിയാഗാന്ധിയെ, അവരെയൊക്കെയാണ് അറിയിക്കാറുള്ളത്. പക്ഷെ ഇപ്പോഴെന്താണ് ഈ സംഭവത്തിന്റെ തുടക്കം മുതൽ തന്നെ ലീഗിന്റെ പ്രധാന നേതാക്കന്മാർ, സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ദേശീയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പരസ്യമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് തീരുമാനിക്കട്ടെ അവരുടെ മുഖ്യമന്ത്രിയെ, ഞങ്ങളുടെ നിലപാട് പിന്നീട് അറിയിക്കാം എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം കോൺഗ്രസിനകത്തില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്ന് വേറെ രീതിയിലേക്ക് വ്യാഖ്യാനിക്കേണ്ട. ഇതില് MM ഹസൻ കോൺഗ്രസ്സുകാരനാണല്ലോ, കോൺഗ്രസിന്റെ വളരെ തലമുതിർന്ന നേതാവാണല്ലോ, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട യുവ നേതാക്കന്മാരിൽ ഒരാളാണല്ലോ മാത്യു കുഴൽനാട്. ഇവരൊക്കെ ലീഗുകാർ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പരസ്യമായി പറയുന്നൊരവസ്ഥ ഉണ്ടായില്ലേ. അപ്പൊ ഇത്
ഇത്തരം കുറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ ഇപ്പം വി ഡി സതീശൻ വളരെ തന്ത്രപരമായിട്ട് അദ്ദേഹം ഇപ്പോ എന്തുകൊണ്ടാണ് 8 മന്ത്രിമാരെ KC വേണുഗോപാൽ തീരുമാനിച്ചോട്ടെ എന്ന് പറഞ്ഞത്? കാരണം അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിച്ച സ്ഥാനം കിട്ടി. തർക്കിക്കാൻ പോയാൽ ഉള്ള സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തർക്കിക്കാൻ അദ്ദേഹം പോയി. അദ്ദേഹത്തിന് തന്ത്രപരമായിട്ട് കാര്യങ്ങൾ നയിക്കാനും ഇടപെടാനും ഒക്കെ അറിയുന്ന ആളാണ്. ആ മെയ്വഴക്കത്തോട് കൂടിയിട്ട് ഇനിയുള്ള 5 വർഷക്കാലം മുന്നോട്ടേക്ക് പോകേണ്ടി വരും. അതല്ലാതെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ബാക്കിയുള്ള ആളുകൾ അനുസരിക്കുന്ന രീതിയിലേക്ക് പോകാൻ പറ്റില്ല. മറ്റുള്ള ആളുകൾ വകുപ്പുകളിൽ പെട്ടെന്ന് ഇടപെടാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ചെന്നിത്തലയോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ തന്നെ ഒരു വകുപ്പിലും മുഖ്യമന്ത്രി ഇടപെടാൻ പാടില്ല എന്നാണ്. അത് ഇവിടെ കൃത്യമായിട്ടും അങ്ങനെ അത്ര ഇടപെടൽ ഉണ്ടായാൽ അത് പൊറ്റിത്തെറികൾക്കൊക്കെ വഴിവെക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.